ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന അവതാരകൻ രാജേഷ് കേശവന്റെ ആരോഗ്യനിലയെക്കുറിച്ച് സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി വെല്ലൂരിൽ 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം രാജേഷിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പ്രതാപ് അറിയിക്കുന്നത്. ഇനി കുറച്ചുനാൾ തിരുവനന്തപുരം കിംസ് ആശുപത്രി ചികിത്സ തുടരുമെന്ന് സുഹൃത്ത് പറയുന്നു. ആ വാക്കുകൾ ഇങ്ങനെ: രാജേഷ് തിരുവനന്തപുരത്തേക്ക്. പ്രിയ സുഹൃത്തൻ രാജേഷ് കഴിഞ്ഞ 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പിറന്ന നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി കുറച്ചുനാൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ശേഷം വീട്ടിൽ തന്നെ തുടർ ചികിത്സ ഏകോപിക്കുവാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ വളരെ സങ്കീർണമായ ചികിത്സാ രീതിയോടെ രാജേഷിനെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും വെല്ലൂർ ഹോസ്പിറ്റലിൽ നടന്നിരുന്നു. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ നടത്തിയ ചികിത്സയിൽ നല്ല മാറ്റങ്ങൾ അത് പതുക്കെയാണെങ്കിലും കണ്ടു തുടങ്ങിയത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനിയും ഈ രീതിയിൽ നാട്ടിൽ തുടരാനാണ് തീരുമാനം. വെല്ലൂർ ആശുപത്രിയിലെ 4 ചുവരുകൾക്കപ്പുറം നാട്ടിലെ പച്ചപ്പും വീട്ടിലെ ഗന്ധവും സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ടവരുടെയും സാമീപ്യവും അവനിൽ കൂടുതൽ ഊർജവും റിസൾട്ടും ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനന്തപുരത്തേക്ക് രാജേഷ് എത്തുന്നത്. ആശുപത്രിയിലെത്തി രാജേഷിനൊപ്പം സമയം ചിലവഴിച്ച കുറച്ച് നല്ല മനസ്സുകളെ ഹൃദയം കൊണ്ട് നമിക്കുന്നു. ഭാര്യത്തെ തിരക്കുകൾക്കിടയിലും ഒരു ദിവസം മുഴുവൻ രാജേഷിനൊപ്പം സമയം ചിലവഴിച്ചു. ഡോക്ടർമാർ പാനലുമായി ചികിത്സാ കാര്യങ്ങൾ ഏകോപിപ്പിച്ച സുരേഷ് ഗോപിയുടെ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ശ്രീകണ്ഠൻ നായർ, കൃഷ്ണമൂർത്തി, SR എന്നിവരും തീരാത്ത നന്ദി. രാജേഷിലെ ക്ലാസ്സിലെ ചില സുഹൃത്തുക്കൾ മുമ്പ് കൂടെ ജോലി ചെയ്യുന്നവരെന്ന് ചിലർക്ക് ആശുപത്രിയിൽ വരികയും പഴയ ഓർമ്മയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അവിടെ എത്തിയത് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ചേർത്ത് നടത്തിയ കുറച്ച് ദൈവതുല്യരായ ആളുകളുണ്ട്. ഒപ്പം ചെറുതും വലുതുമായ ചികിത്സാ ചിലവുകൾ അറിഞ്ഞ് സഹായം നൽകിയ ചില വലിയ സുമനസ്സുള്ള കാരണത്തിൽ മുന്നിൽ പറയാൻ വാക്കുകളില്ല.